യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് എം.എൽ.എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കരകയറാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ ഏറ്റവും ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എം.എൽ.എ ആകുമോ എന്ന കാര്യം ഉറപ്പില്ല എന്നുള്ളതാണ്. നിലവിൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എം.എൽ.എ ആണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഉറപ്പില്ലാതാകും? വളരെ നല്ല വിജയം പാലക്കാട് സ്വന്തമാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന് അടുത്ത തവണയും സീറ്റ് നൽകുന്നതിനോട് കോൺഗ്രസ് പാർട്ടിക്ക് എതിർപ്പ് കാണില്ല എന്ന കാര്യം ചിന്തിക്കാവുന്നതേയുള്ളൂ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്ന കാര്യം സംശയമാണെന്ന് പറഞ്ഞത്? കാരണം മറ്റൊന്നുമല്ല, പാലക്കാട് മുൻ എം.എൽ.എയും നിലവിൽ വടകര ലോക്സഭാ എം.പിയുമായ ഷാഫി പറമ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തവണ മത്സരിക്കാൻ എത്തുന്നത് തന്നെയാണ് കാരണം. ഷാഫി പറമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ സീറ്റ് ഷാഫിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അടുത്ത തവണ UDF മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും ആ സമയത്ത് സംസ്ഥാന മന്ത്രിയാകാനുള്ള സാധ്യത തനിക്കുണ്ടെന്നുമുള്ള കാര്യം ഷാഫിക്കറിയാം. സംസ്ഥാനത്ത് മന്ത്രിയാകണമെങ്കിൽ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കേണ്ടി വരും. മറ്റെവിടെ മത്സരിക്കുന്നതിനേക്കാളും തനിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പലതവണ തൻ്റെ സ്ഥിരം മണ്ഡലമായിരുന്ന പാലക്കാട് മത്സരിക്കുന്നതാണ് എന്നുള്ള കാര്യവും ഷാഫിക്കറിയാം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആകെ അസ്വസ്ഥനാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുകയും രാഹുൽ മാങ്കൂട്ടത്തിന് മണ്ഡലത്തിൽ നിന്നും മാറേണ്ടി വരികയും ചെയ്താൽ അദ്ദേഹം പിന്നെ മത്സരിക്കാൻ സാധ്യതയുള്ളത് ആറന്മുള നിയമസഭാ മണ്ഡലത്തിലാണ്. കഴിഞ്ഞ 2 തവണയായി വീണ ജോർജ് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ കടുത്ത മത്സരം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ അടുത്ത തവണ തനിക്ക് ആറന്മുള മത്സരിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ മണ്ഡലം രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന വിജയ് ഇന്ദുചൂടൻ കേൾക്കാൻ സാധ്യത കുറവാണ്. ഉറപ്പായും അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടാകും. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സ്വന്തം സംഘടനയിലെ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറി വിളിക്കുകയും കൈവയ്ക്കാൻ ഒരുങ്ങുകയും ചെയ്തത്. വയനാട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിൽ വച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും ഉണ്ടായത്. എന്നാൽ പറഞ്ഞു കേട്ട അറിവ് വച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ വേദനിപ്പിച്ച സംഭവം അതൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ഒരു ഏറ്റുമുട്ടൽ നടക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് തന്നെയുള്ള പലരും കരുതിയിരുന്നു എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ ദിവസം തന്നെ സംഭവിച്ചു എന്നേയുള്ളൂ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേദനയുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അസഭ്യവർഷം നടക്കുന്നതിനിടയിൽ കൂട്ടത്തിലുള്ള ഏതോ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ കൈ ചൂണ്ടി വിളിച്ചു പറഞ്ഞു, "നീ DYFയെ കണ്ടു പഠിക്കടാ" എന്ന്. സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷമിച്ചു പോയി. കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ പങ്കെടുക്കാൻ 3 മണിക്കൂർ വൈകിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത്. കാത്തിരുന്ന് മടുത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതങ്ങ് സഹിച്ചു. സംഘടനയ്ക്ക് വേണ്ടി ഇത്തിരി നേരമൊക്കെ കാത്തിരിക്കാമെന്ന് മനസ്സ് അവർ കാണിച്ചു. എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗം തുടങ്ങിയപ്പോൾ മുതൽ ജില്ലയിലെ ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന തരത്തിൽ ഭീഷണി ഉയർത്തുകയായിരുന്നു. മുണ്ടക്കൈ ദുരന്തം നടന്ന വയനാട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭവനം പദ്ധതിക്ക് ആവശ്യമായ സഹായം ലഭിച്ചില്ലെന്നും പിരിച്ച തുക സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടില്ലെന്നുമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നു. DYFയും മാധ്യമങ്ങളും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ നിരന്തരം വേട്ടയാടിയ കഥകളൊക്കെ ആവശ്യത്തിലധികം ദേഷ്യം കൂടി മിക്സ് ചെയ്ത് നേതാക്കളോട് പറഞ്ഞു. വേട്ടയാടൽ അവസാനിച്ചിട്ടില്ല എന്നും ഇപ്പോഴും അത് തുടരുകയാണെന്നും അതുകൊണ്ട് വയനാട് ജില്ലാ കമ്മിറ്റി എത്രയും വേഗം യൂത്ത് കോൺഗ്രസിന് തുക പിരിച്ചു നൽകണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസംഗത്തിൽ നിർദ്ദേശമായി പറഞ്ഞു. ഇതിനിടയിലാണ് മാനന്തവാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് വാളാട് ഇരിപ്പിടത്തിൽ നിന്നും പതുക്കെ എഴുന്നേറ്റത്. സംസാരിക്കുവാനായി എഴുന്നേറ്റ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റിൻ്റെ ഇത്തരം ഏകാധിപത്യപരമായ ഭീഷണിയുടെ സ്വരങ്ങൾ സംഘടനയ്ക്ക് ചേർന്നതല്ലെന്ന വിമർശനം ഉന്നയിക്കുകയായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൻ്റെ കഴിവുകേട് മറച്ചു പിടിക്കാൻ പ്രവർത്തകർക്ക് എതിരെ അച്ചടക്കത്തിൻ്റെ വാളോങ്ങുന്ന പ്രസിഡന്റ് എന്തുകൊണ്ട് യങ് ഇന്ത്യ ക്യാമ്പയിൻ പൂർത്തീകരിച്ചില്ല എന്നും മുണ്ടക്കൈ ഭവന നിർമ്മാണത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമാണോ പ്രസിഡന്റിനെ ഇതേക്കുറിച്ച് ഓർമ്മ വന്നതെന്നും വിമർശനം ഉന്നയിക്കുകയായിരുന്നു.
ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അനുകൂലികളുടെയും കൺട്രോൾ കയ്യിൽ നിന്നങ്ങ് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം ഉച്ചത്തിലാവുകയും പിന്നീട് വലിയ വാഗ്വാദത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ നിന്ന് വന്ന ഭാരവാഹികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അസഭ്യം പറയുകയും കയ്യേറ്റത്തിനൊരുങ്ങുകയുമായിരുന്നു. പ്രവർത്തകർ വേദിയിൽ കയറി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതോടെ രാഹുൽ മാങ്കൂട്ടം പരിഭ്രമിച്ചു. എന്നാൽ ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അബിൻ വർക്കി എത്തി പ്രവർത്തകരെ തടയുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ രംഗത്തെത്തുകയും ചെയ്തു. മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പിരിവ് വയനാട് ജില്ലയിൽ നടന്നെന്നും ഒരു പൈസ പോലും സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുക്കാത്തത് കൊണ്ട് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത്. മാത്രമല്ല, സംഭവം യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഈ സംഘടനവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ സ്വന്തം പാർട്ടി നേതാക്കൾക്ക് എതിരെ തന്നെ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റിനെ പോലും കായികമായി നേരിടാനുള്ള ധൈര്യം മാനന്തവാടിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ചത് IC ബാലകൃഷ്ണൻ, മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് വിനയൻ എന്നിവരുടെ പിന്തുണയുള്ളത് കൊണ്ടാണെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതുമാത്രമല്ല, ജില്ലാ പ്രസിഡന്റ് അമൽ ജോയി മൗനമായി സംസ്ഥാന പ്രസിഡന്റിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നെന്നും രാഹുൽ മാങ്കൂട്ടത്തിനുമായി അടുപ്പമുള്ള വ്യക്തികൾ ആരോപിച്ചു. എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. 31-ാം തീയതിയോടുകൂടി മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായിട്ട് പുറത്താവും. പിന്നെ ഈ സംഘടനയെ നയിക്കാനും ആരും ഉണ്ടാവില്ല, ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ നിലവിൽ രാജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായിട്ട് ജീവിക്കാനൊന്നും ഇവിടെ ആൺകുട്ടികളെ കിട്ടൂല, നട്ടലിലുള്ള പണയം വെച്ചവന്മാരെ കിട്ടുമായിരിക്കും. അന്നത്തെ പരിപാടി അഷറഫൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നു, നമ്മൾ പരിപാടി ഉഷാറാക്കി. നമ്മളൊന്നും മോഹിച്ചിട്ടുമില്ല, 10 ഉറുപ്പിക ഇട്ട് വേണ്ടേം താനും പാർട്ടിയും കൊണ്ട്. ഈ പറയുന്ന പ്രിയേഷേട്ടന്റെ ജോലിക്കാർ ഇന്ന് എടുത്തിട്ടപ്പോഴും നമ്മളോട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ എന്താണ്, ഞാൻ CPM-കാർക്കാണ് ജോലി കൊടുത്തത്, എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പാർട്ടി ഇത്രയേ ഉള്ളൂ, ഇതിന്റെ സംവിധാനം ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ മനസ്സിലായി. പിന്നെ ഓന്റെ ഏകാധിപത്യ തരത്തിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കൂല, ആരെയും പച്ചക്ക് തിന്നാൻ ഇട്ട് കൊടുക്കൂല. അസീസ ഇനി തുള്ളുന്നതിന് കൊട പിടിക്കല്ല സംസ്ഥാന സെക്രട്ടറിന്റെ പണി. ഇനി മാറിയുന്ന സംസ്ഥാന സെക്രട്ടറി നീതി അയച്ചല്ലോ, നീ പറഞ്ഞതൊക്കെ നമ്മൾ അംഗീകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ലാസ്റ്റ് ഒരു സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ കസാര എടുത്തെറിയലും അത് ഇറങ്ങിപ്പോക്കുന്നു നമ്മളെ പാർട്ടിക്ക് ചോദിച്ചതല്ല, അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് മാത്രമേ നമ്മൾ എന്താക്കി ഇങ്ങോട്ട് അംഗീകരിക്കാണെന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അംഗീകരിച്ചിരിക്കും. ഇനി ഇത് മാറിയുന്ന സംസ്ഥാന സെക്രട്ടറി നീട്ടി തന്നെ പേടിപ്പിക്കൊന്നും വേണ്ട, ഇനി വേറെ എടുത്ത് വെച്ച് കന്റെ എടുത്തെടുക്കണം കേട്ടോ. ഇനി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 24 റിപ്പോർട്ടറുടെ വിശദീകരണം കൂടി കേൾക്കാം. സുർജിത്തെ, ആഭ്യന്തര ഘടകത്തിന്റെ വാർത്തകൾ ചോർന്നു പോയല്ലേ, പറഞ്ഞോളൂ. തീർച്ചയായും SKN, ഈ സംഭവത്തിന് ആധാരമായ കാര്യങ്ങൾ നടക്കുന്നത് VS അച്യുതാനന്ദൻ മരിച്ച ആ ദിവസമാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ക്യാമ്പ് പ്രഖ്യാപിച്ചതാണ്. ആ ദിവസം തന്നെ നടത്തി. 4 മണിക്കാണ് നിശ്ചയിച്ചിരുന്നത്. മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ഈ ക്യാമ്പ് നടത്തിയത്. ജില്ലാ തല നേതൃ ക്യാമ്പ് ആയിരുന്നു ഇത്. ആ ക്യാമ്പ് 3 മണിക്കൂർ വൈകിയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിപാടിക്ക് എത്തിയത്. 7:30 കൂടിയാണ് ഈ ക്യാമ്പ് ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പുനരധിവാസ ഫണ്ട് കളക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ചയിൽ ആദ്യം ബത്തേരി നിയോജകമണ്ഡല പ്രതിനിധികളോട് ഇതുമായി ബന്ധപ്പെട്ട ഫണ്ട് കളക്ഷന്റെ നിജസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തി. അതിനുശേഷം നേരെ മാനന്തവാടി കമ്മിറ്റിയോടാണ് ചോദിച്ചത്. അതിൽ തുക നൽകാൻ വേണ്ടി മാനന്തവാടി കമ്മിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല. 2.5 ലക്ഷം രൂപയാണ് അടക്കേണ്ടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാക്കേറ്റമാണ് തുടർന്ന് അരങ്ങേറിയത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏകാധിപത്യപരമായ ശൈലിയിൽ അത്തരത്തിലൊരു ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടതിന്റെ തുടർ ചർച്ചകളാണ് ഇപ്പോൾ ചോർന്നിരിക്കുന്നത്. ആ ചോർന്നതിൽ നിയോജകമണ്ഡല ഭാരവാഹികൾ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ളവരുടെ ചർച്ചകൾ പൂർണ്ണമായും ചോർന്നിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് പലരും ഉന്നയിക്കുന്നത്. ഈ സംഘർഷം ഇത്തരത്തിൽ നടക്കുന്നതിനിടയിലാണ് ഏതോ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് DYFIയെ കണ്ടു പഠിക്കട എന്നൊരു ഡയലോഗ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉപയോഗിച്ചത്. അതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൺട്രോൾ പോയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കടുത്ത തീരുമാനം എടുത്തിരിക്കുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്ത് സംഭവിച്ചാലും ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ പണം നൽകിയില്ലെങ്കിൽ മാനന്തവാടി നിയോജക മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിൽ ഭീഷണി മുഴക്കിയത്. എന്നാൽ പൈസ അടയ്ക്കാൻ മനസ്സില്ലെന്നും പുറത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും എതിർ വിഭാഗവും വെല്ലുവിളിക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മർദ്ദിച്ച കോൺഗ്രസ് മുള്ളംകൊല്ലി മണ്ഡലത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ തുടരുന്നതിനിടയിലാണ് യുവജന വിഭാഗം പാർട്ടിക്ക് പുതിയ തലവേദന സൃഷ്ടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. വിമർശനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ സഹിക്കാവുന്നതേയുള്ളൂ. അതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര കാര്യമായി എടുക്കുകയുമില്ലായിരുന്നു.
ഡിവൈഎഫ്ഐയെ കണ്ടുപഠിക്കാൻ പറഞ്ഞ ആ ഡയലോഗ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൺട്രോൾ കളഞ്ഞത്. ഡയലോഗ് മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചിലാണ് കൊണ്ടത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.